ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ആത്മാവിന്റെ പ്രയാണം 63 നായന്മാരിലൂടെ കാരയ്ക്കൽ അമ്മയാരെ കുറിച്ച് മനസ്സിലാക്കാം. കാരയ്ക്കൽ അമ്മയാർ ഒരു വൈശ്യ കുടുംബത്തിലാണ് ജനിച്ചത്. പിതാവിന്റെ പേര് ദാനദത്തൻ എന്നായിരുന്നു. ധനികനായ ഒരു വ്യാപാരിയായിരുന്നു. ദാനദത്തനും ഭാര്യയും ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി ഒരു പെൺകുഞ്ഞ് ജനിച്ചു. പുനിതവതി എന്നായിരുന്നു അവളുടെ പേര്. ധനികനായ പരമദത്തൻ എന്ന വ്യാപാരിയെ അവൾ വിവാഹം ചെയ്തു. ഉത്തമ കുടുംബജീവിതം നയിച്ചു. ശിവഭക്തയായിരുന്നു പുനിതവതി. ഒരു ദിവസം ഭർത്താവ് 2 മാമ്പഴം വീട്ടിലേക്ക് കൊടുത്തയച്ചു. അവൾ അത് സൂക്ഷിച്ചു വെച്ചു. ഒരു ശിവയോഗി ഭിക്ഷ ചോദിച്ച് അവിടെ എത്തി. 2 മാമ്പഴത്തിൽ 1 അവൾ എടുത്തു കൊടുത്തു. ഭർത്താവ് വന്നു. ഭക്ഷണം കഴിച്ച ശേഷം മാമ്പഴം വേണമെന്ന് ആവശ്യപ്പെട്ടു. പുനിതവതി മിച്ചമുള്ള മാമ്പഴം എടുത്തു കൊടുത്തു. അത് കഴിച്ച ശേഷം അയാൾ ഒരു മാമ്പഴം കൂടെ ഉണ്ടായിരുന്നില്ലേ, അതുകൂടെ തന്നോളൂ എന്ന് പറയുകയാണ്. സത്യം പറയാൻ അവൾ ഭയപ്പെട്ടു. ഭഗവാനെ, എന്നിൽ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചു. കയ്യിൽ ഒരു മാമ്പഴം പ്രത്യക്ഷപ്പെട്ടു. അവൾക്ക് അത്ഭുതമായി. കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ഭർത്താവിന് കൊടുത്തു. നല്ല മധുരമുള്ള മാമ്പഴം. ഇത് താൻ കൊടുത്തതല്ല എന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. പുനിതവതിയെ ചോദ്യം ചെയ്തപ്പോൾ അവൾക്ക് എല്ലാം പറയേണ്ടി വന്നു. പക്ഷെ പരമദത്തന് വിശ്വാസം വന്നില്ല. ഒന്നുകൂടെ വരുത്താൻ ആവശ്യപ്പെട്ടു. അവൾ പ്രാർത്ഥിച്ചു. കയ്യിൽ മധുരം നൂറുന്ന മാമ്പഴം പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ ഭർത്താവ് അത് വാങ്ങിയപ്പോൾ അപ്രത്യക്ഷമായി. പരമദത്തന് ഭാര്യയുടെ മഹത്വം മനസ്സിലായി. അവളോടൊപ്പം താമസിക്കുന്നത് പാപമാണെന്ന് അയാൾക്ക് തോന്നി. കച്ചവടത്തിന് എന്ന വ്യാജേന വീട്ടിൽ നിന്നും ഇറങ്ങി ഒരു കപ്പലിൽ കയറി. കുറെ ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചെത്തി പാണ്ഡ്യരാജ്യത്തിലെ ഒരു വലിയ നഗരത്തിൽ താമസം തുടങ്ങി. ഒരു വൈശ്യ പെൺകുട്ടിയെ വിവാഹം ചെയ്തു. അവർക്കൊരു മകളും ജനിച്ചു. കുഞ്ഞിന് ആദ്യ ഭാര്യയായ പുനിതവതിയുടെ പേര് തന്നെ ഇടുകയും ചെയ്തു. പുനിതവതിയാരുടെ ബന്ധുക്കൾ പരമദത്തന്റെ താമസ സ്ഥലം മനസ്സിലാക്കി ഒരു പല്ലക്കിൽ കയറ്റി പുനിതവതിയെയും കൊണ്ടുപോയി. തന്റെ ആദ്യ ഭാര്യ വരുന്ന വിവരം മനസ്സിലാക്കിയ പരമദത്തൻ കുടുംബത്തോടൊപ്പം അവരുടെ കാൽക്കൽ വീണു. തന്നോട് ക്ഷമിക്കണമെന്നും ഭാര്യയായി കാണാൻ കഴിയുന്നില്ല, ദേവിയായിട്ടാണ് കരുതുന്നതെന്നും പരമദത്തൻ പറഞ്ഞു. അങ്ങനെ കാരയ്ക്കൽ അമ്മയാർ ശിവഭഗവാനെ പ്രാർത്ഥിച്ച് തന്റെ സൗന്ദര്യത്തിന് പകരം ഒരു പൈശാചിക രൂപം തരണമെന്ന് ആവശ്യപ്പെട്ടു. അവളുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുക തന്നെ ചെയ്തു. ആകർഷക രൂപം ഒരു അസ്ഥികൂടമായി മാറി. പുണ്യ കൈലാസത്തേക്ക് തീർത്ഥാടനത്തിന് പോയി. ശിവപാർവതിമാർ അവളെ അനുഗ്രഹിച്ചു. ഭക്തി ഒന്നല്ലാതെ വേറൊന്നും വേണ്ട ഭഗവാനെ, അവൾ ഉരുകി പറഞ്ഞു. നിന്റെ പാദങ്ങളിൽ സ്തുതി പാടണം, ഇതാണ് എന്റെ ആഗ്രഹമെന്നും അവൾ അപേക്ഷിച്ചു. ശിവഭഗവാൻ അനുഗ്രഹം നൽകി. തിരുവലങ്ങാട് പോയി തന്റെ നൃത്തം കാണാൻ അവരോട് ആവശ്യപ്പെട്ടു. അമ്മയാർ ആ സ്ഥലത്തേക്ക് പോയി ശിവനെ സ്തുതിച്ചുകൊണ്ട് ജീവിതം കഴിച്ചു. ഓം ശിവശക്തിക്ക് രൂപിണ്യേ നമഃ. അടുത്ത നായനാരുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.